അഷ്മി, ഇതിപ്പോൾ ഇനി എന്തായിരിക്കും അവർക്ക് ചെയ്യാൻ കഴിയുക എന്ന ചോദ്യത്തിന് ഒരു മറുപടി കിട്ടുമോ? ഇപ്പോൾ നമ്മൾ കരുതിയിരുന്നത് സുഗമമായി ഈ യന്ത്രത്തിന് ആ മൺകൂന തിരയാൻ പറ്റുമെന്നായിരുന്നു. പക്ഷേ അത്തരമൊരു സാഹചര്യം ഇല്ലെങ്കിൽ അങ്ങനെ വെള്ളത്തിലേക്കൊക്കെ കുറച്ചൊക്കെ ഇറങ്ങി ഈ ജോലി ചെയ്യുന്നതാണ് ഈ മിഷൻ. പക്ഷേ വലിയ അടിയൊഴുക്കുള്ള നല്ല ആഴമുള്ള ആ പുഴയുടെ ഭാഗത്തേക്ക് എന്തായാലും ആ യന്ത്രഭാഗത്തിന് ഇറക്കി നിർത്താൻ കഴിയില്ല. അപ്പോൾ കരയിൽ നിന്നുള്ള ഓപ്പറേഷനെ സാധ്യമാകും അവിടുത്തെ ഭൂമിശാസ്ത്രമൊക്കെ പരിശോധിക്കുമ്പോൾ. ഇനി എന്ത് ചെയ്യാൻ കഴിയും? അതിലെന്തെങ്കിലും ഒരു പ്ലാൻ ബി ഉണ്ടോ? ഞാൻ നേരത്തെ അരുണിനോടും അത് തന്നെയാണ് ചോദിച്ചത്. അല്ലെ വിജയകുമാർ, നമുക്ക് ഈ യന്ത്രത്തെക്കുറിച്ച് സംവിധാനത്തെക്കുറിച്ച് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല എന്നുള്ളത് വസ്തുതയാണ്. നമ്മൾ നേർക്കുനേർ നമ്മുടെ കണ്ണിൽ കാണുന്ന കാഴ്ച മാത്രം നമ്മൾ പറയുകയാണ്. എന്ന് പറഞ്ഞാൽ ഇതെന്തായാലും വെള്ളത്തിലേക്ക് ഇറങ്ങൽ വിജയകുമാർ പ്രാക്ടിക്കൽ അല്ല. കാര്യം അത്രത്തോളം ആഴത്തിൽ എന്ന് പറഞ്ഞാൽ കരയോട് ചേർന്ന് അല്ലെങ്കിൽ കുറച്ചു ഭാഗം അങ്ങോട്ടേക്ക് പോകാൻ തരത്തിലല്ല ഈ പുഴയുള്ളത്. കരയോട് ചേർന്ന് 10-30 അടി ആഴത്തിൽ താഴ്ചയാണ്, ആഴമാണ്. അപ്പൊ അങ്ങോട്ടേക്ക് എന്തായാലും വെള്ളത്തിലേക്ക് യന്ത്രം ഇറങ്ങൽ പ്രാക്ടിക്കലേ അല്ല. അതല്ലാതെ ഈ മൺകൂനയ്ക്കടുത്തേക്ക് എങ്ങനെയാണ് യന്ത്രം കൊണ്ടുപോകുന്ന ഒറ്റ നോട്ടത്തിൽ നമുക്കിവിടെ നോക്കുമ്പോൾ മനസ്സിലാവുന്നില്ല. ഇനി അതിന്റെ പ്രാഗൽഭ്യമുള്ളവർ ഒരു പക്ഷെ പറഞ്ഞാൽ അറിയുമായിരിക്കും. നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുന്ന കാഴ്ച ഇങ്ങനെയാണ്. അതിന് യന്ത്രക്കൈകളുണ്ട്. ആ യന്ത്രക്കൈകൾ അത് നീട്ടുന്നുണ്ട്. അത് നീട്ടി അത് പുഴയുടെ കരയോട് ചേർന്ന് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തുകൂടി പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടതാണ് കേട്ടോ രക്ഷാ ദൗത്യ സംഘം. എന്ന് പറഞ്ഞാൽ ആ ലക്ഷ്മണന്റെ ആ കടയുടെ താഴെ ഒരു പാടമുണ്ടായിരുന്നു. ആ പാടത്ത് 10 അടി മുകളിൽ മണ്ണ് കിടപ്പുണ്ട്. അവിടെ കൂടെ പരിശോധിക്കണം എന്ന് ആവശ്യപ്പെട്ടതാണ്. അപ്പൊ അവിടെ ആ ഭാഗത്തേക്ക് ഇത് യന്ത്രക്കൈ ഒരാവർത്തി താഴേക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്നതിലും അധികം ആഴത്തിലേക്ക് ഇതിന് യന്ത്രക്കൈ താഴേക്ക് പോകും നമ്മൾ കണ്ടു. അതൊരു പക്ഷെ 60 അടി ആഴം എന്നുള്ളതാകും ഉദ്ദേശം എന്നറിയില്ല. അതല്ലാതെ ഇതിന് യന്ത്രക്കൈകൾക്ക് കുറച്ചുകൂടി പിന്നെയും എക്സ്റ്റെൻഡ് ചെയ്ത് ഈ മൺകൂനയ്ക്ക് അത്രയും നീളത്തിലേക്ക് എത്താനുള്ള നീളമുണ്ടോ എന്നുള്ള കാര്യം അല്പസമയത്തിന് മാറിയുണ്ട്. പക്ഷെ നിലവിൽ ഇത് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ അതിന്റെ യന്ത്രക്കൈ അതിന്റെ ആദ്യ ഉയർച്ചയിൽ നമുക്ക് മൺകൂനയ്ക്ക് അടുത്തെങ്ങുമേ എത്തുന്നില്ല. അതിന്റെ സമീപത്ത് പോലും എത്തുന്നില്ല. അതിന്റെ കരയിൽ നിന്ന് ഒരുപാട് ആഴത്തിലേക്ക് പോകാനുള്ള കെൽപ്പ് ഉള്ള കഴിവ് അതിനുണ്ട്. ഇപ്പോൾ തന്നെയാണ് നേരത്തെ ഈ നേവിയുടെ ഈ യന്ത്ര സംവിധാനം വന്നതിന് ശേഷം നേവിയുടെ ഡിങ്കി ബോട്ടുകൾ അങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. യന്ത്ര സംവിധാനം വന്ന് ഈ കരയിലെ 1-2 പ്രവർത്തനം കഴിഞ്ഞ ശേഷം നേവിയുടെ 2 ഡിങ്കി ബോട്ടുകൾ ഈ പറയുന്ന ഈ പറയുന്ന മൺകൂനയ്ക്കടുത്തേക്ക് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അത് മറ്റെന്തെങ്കിലും അറേഞ്ച്മെന്റിന് വേണ്ടി പോകുന്നതാണോ എന്ന് അറിയില്ല. വിജയകുമാർ, ഒറ്റ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് ഒരുപാട് ആഴ്ചയിലേക്ക് ഇതിന് പോകാൻ കഴിയും. പക്ഷേ ഈ അവിടെ നിന്ന് കരയിൽ നിന്നുകൊണ്ട് ഈ മൺകൂന അത്യാവശ്യം നല്ലത് എന്ന് പറഞ്ഞാൽ ഈ പുഴയുടെ ഒത്ത നടുക്കായിട്ടാണ് മൺകൂന. ഒരു പക്ഷേ ഇതിന്റെ ഈ പുഴയുടെ മറുകരയിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി അടുപ്പമുണ്ടായത് ഇവിടെ നിൽക്കുമ്പോൾ തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ യന്ത്ര സംവിധാനം നിൽക്കുന്ന ആ സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ മൺകൂനയിലേക്ക് പുഴയുടെ ഒത്ത നടുക്കായിട്ടാണ്. ആ മൺകൂന വരെ നീളാനുള്ള കൈ എന്തായാലും ഈ യന്ത്ര സംവിധാനത്തിനില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് മൺകൂനയിലേക്ക് ഇത് ഉപയോഗിച്ച് പരിശോധന നടത്താമെന്ന് ഇനിയും വ്യക്തമല്ല. വിജയകുമാർ, നമ്മൾ അപ്പോഴും പറയുന്നത് ഇതിനെക്കുറിച്ച് നമുക്ക് ഈ യന്ത്ര സംവിധാനത്തെ കുറിച്ച് അതിന്റെ എക്സ്പെർട്ടൈസിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴും ധാരാളമായി അറിയില്ല. കാർവാർ MLA അതിനെപ്പറ്റി അങ്ങനെ വിശദമായി പറഞ്ഞിട്ടുമില്ല. ഇതിന്റെ സാങ്കേതിക വിദഗ്ധർക്കാകണം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുക. എന്തായാലും ഞാൻ ഇവിടെ നിൽക്കുന്നവരോടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ മുക്കത്തെ മുങ്ങി ഡൈവർ സംഘമൊക്കെ ഇവിടെയുണ്ട്. അപ്പൊ അവരോടൊക്കെ ഞാൻ ചോദിക്കുമ്പോൾ എന്തായാലും അതിന്റെ ആ നീളം കൈ അവിടം വരെ എത്താനുള്ള ഇടയില്ല എന്നാണ് അവരും പറയുന്നത്. നമ്മുടെ ഒരു കാഴ്ചയുടെ പ്രശ്നമാണോ എന്നറിയാൻ വേണ്ടി അവരോട് ചോദിച്ചിരുന്നു. പക്ഷേ ഈ നീളം കൈ എന്തായാലും അവിടം വരെ എത്താൻ ഇടയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇനി നമ്മുടെ പ്രൈം ടാർഗറ്റ് ഉറപ്പായും സൂചികുമാർ ആ നടുക്ക് കാണുന്ന വലിയ ഒരാൾ പൊക്കത്ത് നിൽക്കുന്ന ആ ചെറു ദ്വീപ് തന്നെയാണ്. ആ ദ്വീപിലാണ് നമ്മൾ ഈ പറയുന്ന 40 മീറ്റർ അകലെ ഈ സോണാർ റഡാർ സിഗ്നൽ കണ്ടെത്തിയത്. അപ്പോ അങ്ങോട്ടേക്ക് യന്ത്രക്കൈകൾ എത്തുന്നില്ലെങ്കിൽ എന്താണ് ഒരു പ്ലാൻ ബി എന്ന് ഇപ്പോഴും വ്യക്തമല്ല. 60 അടി നീളം 60 അടി താഴ്ച എന്നുള്ളതാണോ കാർവാർ MLA ഉദ്ദേശം നമുക്ക് വ്യക്തമല്ല. 60 അടി താഴ്ച ആണെങ്കിൽ ഓഫ് കോഴ്സ് അത് ശരിയാണ്. അത് കൂടുതൽ താഴത്തേക്ക് പോകാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല ഇപ്പോൾ അതിന്റെ കരയിൽ നിന്നത് അത് താഴേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്. അത് കൂടുതൽ ആഴത്തിൽ താഴേക്ക് പോകുന്നുണ്ട്. അതിനുള്ള സംവിധാനം അതുണ്ട്. ഇനി അവിടുത്തെ പരിശോധന കഴിയുമ്പോൾ ഏതെങ്കിലും തരത്തിൽ നമ്മൾ ചില യന്ത്രസാമഗ്രികൾ കാണുന്ന മട്ടിൽ ഇതിനകത്തുള്ള ഷാഫ്റ്റ് മുഖാന്തരമോ മറ്റോ കൂടുതൽ നീളത്തിൽ മുന്നോട്ടേക്ക് പോയി ഈ ദ്വീപിലേക്ക് എത്തുമോ ഇനി വരും മണിക്കൂറുകൾ എന്ന കാര്യം വ്യക്തമല്ല. എന്നാൽ നിലവിൽ ഒറ്റക്കാഴ്ചയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ യന്ത്ര സംവിധാനത്തിന്റെ യന്ത്രക്കൈകൾക്ക് നദിയുടെ ഒപ്പനടുക്ക് കാണുന്ന ഈ ദ്വീപിലേക്ക് എത്താനുള്ള അത്രയും നീളം എന്തായാലും ഇല്ല എന്നുള്ളതാണ്. അത് ഒരു ഏറ്റവും കുറഞ്ഞൊരു 40-45 അടി നീളം അല്ലെങ്കിൽ ദൂരം വീതി ഈ കരയും ഈ ദ്വീപും തമ്മിലുണ്ട്. എന്തായാലും അത്രയും നീളം ഇവിടെ നോക്കിയാൽ
അത് ഇമ്പോസിബിൾ എന്നേ നമുക്ക് ഇപ്പോൾ തോന്നുള്ളൂ. എന്തായാലും അതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അത് പ്രവർത്തനം തുടങ്ങുന്ന ആ പ്രവർത്തനം അതിന്റെ കരയോട് കേന്ദ്രീകരിച്ചാണ് അതിന്റെ വലിയ ബക്കറ്റ് പോലെയുള്ള യന്ത്ര ബക്കറ്റ് ഉപയോഗിച്ചുള്ള തെരച്ചിൽ നടത്തുന്നത്. അതിങ്ങനെ ആഴത്തിൽ നിന്ന് മണ്ണിങ്ങനെ എടുത്ത് മുകളിലേക്ക് കൊണ്ടുവരുന്നൊക്കെ ഉണ്ട് വിജയകുമാർ. പക്ഷേ അത് ഹാഷ്മി ഒരു പക്ഷേ അതിൽ ഇപ്പോൾ ആ പുഴയോരത്ത് തെരച്ചിൽ ആ മണ്ണ് മാറ്റുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ, ഒന്ന് വേണമെങ്കിൽ അതിന് സുഗമമായി കുറച്ചുകൂടി താഴേക്കിറങ്ങി പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം ക്രമീകരിക്കുന്നതിന് വേണ്ടിയാകാം എന്നതൊരു സംശയമായി നമുക്ക് വേണമെങ്കിൽ ഉന്നയിക്കാം. അതല്ല, ഈ പുഴയോരത്തുകൂടി തെരച്ചിൽ നടത്തണമെന്ന് കേരളത്തിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകരൊക്കെ പറഞ്ഞിരുന്നു. കാരണം ഈ ലോറി നിരങ്ങി നീങ്ങിയിട്ടുണ്ട്, ദൂരോട്ട് പോകാതെ ആ ഭാഗത്തെ മണ്ണിനടിയിൽപ്പെട്ടിട്ടുണ്ടാകാം എന്ന മട്ടിൽ ചില സാധ്യതകളെ പറ്റി പറഞ്ഞിരുന്നു. ഇനി അങ്ങനെ ഒരു തെരച്ചിലാകാം അവിടെ നടത്തുന്നത്. ഈ രണ്ടു സാധ്യതകളും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. എന്തായാലും അടുത്ത 1 മണിക്കൂറൊക്കെ ആകുമ്പോഴേക്ക് എന്താണ് യഥാർത്ഥത്തിൽ ഈ ഹെവി മെഷീനറി അവിടെ ചെയ്യാൻ പോകുന്നത് എന്നതിൻ്റെ സംബന്ധിച്ചുള്ള കുറച്ചുകൂടി വ്യക്തതയാർന്ന വിവരങ്ങൾ കിട്ടും. അതിൻ്റെ ജോലി അവിടെ തുടങ്ങിയിട്ടുണ്ട്. പുഴയോരത്തെ മണ്ണ് നീക്കുന്നുണ്ട്. അത്തരം ഒരു പരിശോധന അവിടെ നടത്തുന്നുണ്ട്. നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ അതിനൊപ്പം സമാന്തരമായി അവരുടെ ജോലി ചെയ്യുന്നുമുണ്ട്. പുഴയിലെ ഒഴുക്ക് ഒക്കെ ഉണ്ടെങ്കിലും സുഗമമായി പുഴയോരത്ത് തെരച്ചിൽ നടത്താൻ കഴിയുന്നുണ്ട്. ഒരു പക്ഷേ കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങി ജോലി ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു പ്ലാറ്റ്ഫോം ക്രമീകരിക്കുന്നതാകാം ആ മണ്ണുമാന്തി യന്ത്രം എന്ന് ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ അത്തരമൊരു സൂചനയുണ്ട്. നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല അടുത്ത ഘട്ടത്തിൽ എങ്ങനെയായിരിക്കും ആ പ്രവർത്തനം നടത്തുക മെഷീൻ എന്നത്.